21/1/2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വി ഡിഡ് നോട്ട് വെയിറ്റ് ഡിഡ് വാട്ട് വാസ് റൈറ്റ് ടു ഹെൽപ്പ് ശ്രീലങ്ക. ജയശങ്കർ ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് ഹെൽപ്പ് വാഗ്ദാനം ചെയ്ത ഫിനാൻഷ്യൽ ഹെൽപ്പും ഫിനാൻഷ്യൽ എയ്ഡും വാഗ്ദാനം ചെയ്ത ജയശങ്കറിൻ്റെ നടപടിയെക്കുറിച്ചാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സാണ് ജയശങ്കർ. അദ്ദേഹം ശ്രീലങ്ക വിസിറ്റ് ചെയ്യാണ്. ദിസ് ഈസ് എ റിയസേർഷൻ ഓഫ് അവർ പോളിസി നൈബർഹുഡ് ഫസ്റ്റ് ഹി സെയ്സ് ഫസ്റ്റ് ഇന്ത്യ സപ്പോർട്ട് ഫോർ ദ ഐലൻഡ് നേഷൻ ഡെറ്റ് റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാം. അപ്പോൾ ഇന്ത്യയുടെ ഹെൽപ്പ് ഫിനാൻഷ്യൽ എയ്ഡ് എന്ന് പറയുന്നത് വെൽ തോട്ട് ഔട്ട് ആയിട്ടുള്ള നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന പോളിസി ആയി ബന്ധപ്പെട്ടതാണ്. നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് നെയ്ബേഴ്സിൻ്റെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പ്രയോറിറ്റി എന്ന ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് പോളിസിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ അതർ ബൈലാറ്ററൽ ക്രെഡിറ്റേഴ്സ് ബട്ട് ഡിഡ് വാട്ട് ഈസ് റൈറ്റ് ഫോർ ശ്രീലങ്കാസ് എക്കോണമിക് റിക്കവറി. വിസിറ്റിംഗ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ സെഡ് ഓൺ ഫ്രൈഡേ ആഫ്റ്റർ ടോക്സ് വിത്ത് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ ഇൻ കൊളംബോ. അപ്പോൾ കൊളംബോയിലെ മീറ്റിങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയാണ്. അത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പോളിസിയാണ്. നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ടൈപ്പിൽ നമുക്ക് നൈബർഹുഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നൈബർഹുഡിലെ രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ശ്രീലങ്ക ഒരു ഡെറ്റ് ക്രൈസിസിൽ, ഒരു ഭയങ്കര സിവിയർ എക്കോണമിക് ക്രൈസിസിലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതാണ് അവരുടെ ഡെറ്റ് റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാമിനാണ് ഇന്ത്യ പൈസ കൊടുത്തിരിക്കുന്നത്. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ന്യൂസ്. സെക്ഷൽ ഹറാസ്മെൻറ്റ് ചാർജസുമായി ബന്ധപ്പെട്ട് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഡിസോൾവ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സേസ് കോൺഗ്രസ് ഫോളോയിങ് എലിഗേഷൻസ് ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അഗേൻസ്റ്റ് ഭാരതീയ ജനതാ പാർട്ടി എം പി ആൻഡ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചീഫ് Bridge Bhushan Sharan Singh. The Congress on Friday demanded that the sports body should be dissolved with immediate effect. ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സെക്ടറിനെ, സ്പോർട്സ് എന്ന് പറയുന്ന സെക്ടറിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം റെസ്ലിംഗിലേക്ക് ഒരുപാട് ഈ പറഞ്ഞ ഒളിമ്പിക് മെഡലിസ്റ്റുകളും ഒക്കെ ഉള്ള ഒരു 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 സെക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു എന്താ പറയുക ഇൻഫീരിയർ ആയിട്ടുള്ളൊരു കാര്യം വരിക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത ന്യൂസ് എപ്പോഴുള്ള ന്യൂസാണ്, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ആം ആദ്മി പാർട്ടി ഇൻ ഡൽഹി വേഴ്സസ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ഡൽഹി. എന്നും എന്ന രീതിയിൽ തന്നെ ഈ ന്യൂസ് വരും. മിസ്ലീഡിങ് അൺട്രൂ ഡെറഗേറ്ററി LG റെസ്പോൺസ് ടു AAP എലിഗേഷൻസ്. ആം ആദ്മി പാർട്ടി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ചീഫ് സെക്രട്ടറി വഴി ലഫ്റ്റനൻറ്റ് ഗവർണർ സക്സേനയാണ്, VK സക്സേനയാണ്, അല്ലാതെ എലക്റ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ബോഡിയെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അറിയിച്ചിട്ട് ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ എലിഗേഷൻസ് തുടങ്ങിയത്. നമുക്കറിയാം ഡൽഹിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഏതൊക്കെ പോർട്ട്ഫോളിയോസ് ഉള്ളത്, പോലീസ്, പബ്ലിക് ഓർഡർ, ലാൻഡ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത് ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റിന്. അതുകൊണ്ട് തന്നെ പവർ ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഗവർണർ വഴി, ലഫ്റ്റനൻറ്റ് ഗവർണർ വഴി സെൻട്രൽ ഗവൺമെൻറ്റിനെ. കാരണം ഇത്രയും വൈറ്റൽ, പോലീസ് പോലുള്ളൊരു വൈറ്റൽ ബ്യൂറോക്രാറ്റിക് എലമെൻറ്റിനെ അവരുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും എന്താണ് കോൺഫ്ലിക്റ്റിനിടയാക്കും ലഫ്റ്റനൻറ്റ് ഗവർണർ. അതുപോലെ തന്നെ CM ഇൻ ഡൽഹി പ്രത്യേകിച്ചും എപ്പോഴാണ് ചീഫ് മിനിസ്റ്റർ ഇൻ ഡൽഹി ഏത് പാർട്ടി, സെൻട്രലിലുള്ള പാർട്ടിയായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മിസ്ലീഡിംഗ് ആണെന്നും ശരിയല്ലാത്തതുപോലെ തന്നെ ഡെറഗേറ്ററി ആയിട്ടുള്ള കാര്യമാണെന്നുമാണ് VK സക്സേന റെസ്പോൺസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഒഴിവായാൽ മാത്രമേ സ്മൂത്തായിട്ടുള്ള ഗവർണൻസ് ഡൽഹിയിൽ സംഭവിക്കൂ എന്നുള്ളത് അനാലിസിസുകൾ പറയുന്നു. കാരണം എപ്പോഴും ഒരു റോഡ് ബ്ലോക്ക് എന്ന രീതിയിൽ പല പരിപാടികളും സ്റ്റോൾ ചെയ്യപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ വയനാട് ബിക്കംസ് കൺട്രീസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ടു പ്രൊവൈഡ് ബേസിക് ഡോക്യുമെൻറ്റ്സ് ടു ഓൾ ട്രൈബൽ പീപ്പിൾ. അപ്പോൾ വയനാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എല്ലാ ബേസിക് ഡോക്യുമെൻറ്റ്സും ട്രൈബൽ പീപ്പിളിന് കൊടുക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. വയനാട് ബിക്കംസ് ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ദ കൺട്രി ടു പ്രൊവൈഡ് ബേസിക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് സച്ച് എസ് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബർത്ത്, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ്, ഇലക്ഷൻ ID കാർഡ്, ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഓൾ ട്രൈബൽ പീപ്പിൾ. എല്ലാ ട്രൈബൽ പീപ്പിളിനും ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വിതരണം ചെയ്തുകൊണ്ട് വയനാട് ആദ്യത്തെ ജില്ലയായിട്ട് മാറി. ട്രൈബൽ പീപ്പിളിന് എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുക്കുന്ന ജില്ലയായിട്ട് മാറി. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഏജിംഗ് ഫാക്ടറി, ദ ഡിക്ലൈൻ ഇൻ ചൈനാസ് പോപ്പുലേഷൻ വിൽ എഫക്ട് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ടു. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? ചൈനയുടെ പോപ്പുലേഷൻ ഡിക്ലൈനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ചൈന മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള രാജ്യമായിരുന്നു. അതിൻ്റെ ആ പറയുന്ന പദവി
ഇപ്പോൾ അതിനെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ മോസ്റ്റ് പോപ്പുലസ് രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ചൈനീസ് ഡിക്ലൈനിങ് പോപ്പുലേഷനാണ് ഇന്നത്തെ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. മുമ്പ് ചൈനയ്ക്ക് ഇതുപോലെ ഒരു ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഉണ്ടായത് 1961 ഭയങ്കര 4 ഇയർ ഫെമൈൻ, ഭയങ്കര വരൾച്ചയൊക്കെയുള്ള സമയത്തായിരുന്നു ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ദ ഷ്രിങ്കിങ് ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ബൈ ആസ് മച്ച് ആസ് 8,50,000 in 2022 മാർക്സ് എ വാട്ടർഷെഡ് മൂവ്മെൻറ്റ് വിത്ത് ലാസ്റ്റിംഗ് കോൺസിക്വൻസസ് ഫോർ ചൈന ആൻഡ് ദ വേൾഡ്. അപ്പോൾ ചൈനയ്ക്കും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങൾക്കും ചൈനയുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് എഫക്ട്സ് ഉണ്ട് എന്ന് പറയുന്നു. ബീജിംഗ് അനൗൺസ് ഓൺ January 17 that the births in China has last year dropped by more than 10% to 9.56 million with 10.41 million deaths. 10.41 മില്യൺ ഡെത്ത്സും 9.6 മില്യൺ മാത്രമേ ബേർത്ത്സും ഉള്ളൂ. അപ്പോൾ എന്താ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഷുവർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂസാണ്. ദ 1.411 ബില്യൺ പോപ്പുലേഷൻ വിൽ സർട്ടൻലി ബി ഓവർടേക്കൺ ബൈ ഇന്ത്യ ദിസ് ഇയർ. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്തായാലും ചൈനയുടെ പോപ്പുലേഷനേക്കാളും കൂടുന്നുള്ളത് സംശയമില്ല ഈ വർഷം. ചൈനാസ് പോപ്പുലേഷൻ സ്റ്റോറി ഹോൾഡ്സ് ലെസൺസ് ഫോർ കൺട്രീസ് ദാറ്റ് ഹാവ് ട്രൈഡ് റോബസ്റ്റ് ഇൻ്റർവെൻഷൻസ് ഇൻ സോഷ്യൽ എഞ്ചിനീയറിംഗ്. China has spent the greater part of 2 decades trying and failing to get families to boost birth rates and have been declining since the government introducing harsh one-child policy in 1980. one-child policy എന്ന് പറഞ്ഞ ഹാർഷ് പോളിസി 1980 പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷേ 2016 2-child പോളിസി കൊണ്ടുവന്നിട്ടും ഈ പറയുന്ന ബർത്ത് റേറ്റ്സ് ഇൻക്രീസ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഹാർഷായിട്ടുള്ള 1-child പോളിസി ഈ പറഞ്ഞ എന്താ പറയുക അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി മാത്രമെന്ന ഗവൺമെൻറ് റെഗുലേഷൻസിൽ ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ മെഷറായിട്ട് കൊണ്ടുവന്നെങ്കിലും ഇപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷനിലല്ലാത്ത ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഏത് രാജ്യത്ത് കൂടുതലാണ്? ചൈനയിൽ കൂടുതലാണ്. ഇതിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എബോവ് 60 പോപ്പുലേഷൻ മീൻ വൈൽ ഹാസ് ഇൻക്രീസ് ടു 30 മില്യൺ ടു 280 മില്യൺ. അപ്പോൾ വയസ്സായവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 60 മില്യണിന് 250 മില്യണായിട്ട് കൂടി എന്നാണ് പറയുന്നത്. അതൊരു വലിയ എക്സ്പെൻഡിച്ചർ സെനാരിയാണ്. കാരണം ചൈന പോലൊരു രാജ്യത്ത് ഇത്രയധികം ആൾക്കാർക്ക് കാറ്റർ ചെയ്യണം. ദ നമ്പർ ഓഫ് എൽഡർലി വിൽ പീക്ക് അറ്റ് 487 മില്യൺ ബൈ 2015. 2050 ആകുമ്പോഴേക്ക് 487 മില്യൺ ഓൾഡ് ഏജ്ഡ് ആൾക്കാർ, 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർ ഈ പോപ്പുലേഷനിൽ ഉണ്ടാവും എന്ന് പറയുന്നു. 35% ഓഫ് ദ പോപ്പുലേഷൻ വിൽ ബി ദിസ് എൽഡർലി പീപ്പിൾ. ചൈനാസ് നാഷണൽ വർക്കിംഗ് കമ്മീഷൻ ഓൺ ഏജിംഗ് എസ്റ്റിമേറ്റ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് കെയർ ഫോർ ദ എൽഡർലി വിൽ ടേക്ക് അപ്പ് 26% ഓഫ് ദ GDP ബൈ 2050. 26% GDP സ്പെൻഡിങ് ഈ പറയുന്ന എൽഡർലി പോപ്പുലേഷനെ കാറ്റർ ചെയ്യാൻ, അവരുടെ സർവീസസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ നീഡ്സ് അങ്ങനെ കാറ്റർ ചെയ്യാൻ വേണ്ടി 26% ഓഫ് GDP, 26%-ഓളം GDP-യുടെ 26%-ഓളം ചിലവാക്കേണ്ടി വരുമെന്ന് നാഷണൽ വർക്കിംഗ് കമ്മീഷൻ ഓൺ ഏജിംഗ് എന്ന് പറഞ്ഞ ചൈനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു പോർഷൻ ഈ പറയുന്ന ഈ ഹെൽത്ത് കെയറും മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ചിലവാക്കേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കുറയുന്നല്ലേ അതിൻ്റെ അർത്ഥം. Science or China is already on track to follow Japan's example of prolonged period of shrinking workforce with declining growth, as paper from Japan's Research Institute of Economy, Trade and Industry pointed out. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ജപ്പാനിലെ ട്രെൻഡ് പോലെ ഒന്ന് ചൈനയുടെ പോപ്പുലേഷൻ കൂടി, അതായത് എൽഡർലി പോപ്പുലേഷൻ്റെ നമ്പർ കൂടി, അതുപോലെ തന്നെ ഡിക്ലൈനിങ് ഗ്രോത്തും ഇത് ഏകദേശം സിമിലർ ട്രെൻഡ് ഓഫ് ജപ്പാനാണ് എന്ന് പറയുന്നു. ദ പേപ്പർ പോയിന്റഡ് ഔട്ട് ദാറ്റ് ഇന്ത്യസ് പ്രൊപ്പോർഷൻ ഓഫ് ചൈൽഡ് ആൻഡ് എൽഡർലി പോപ്പുലേഷൻ ഇൻ 2020 വാസ് സിമിലർ ടു ചൈനാസ് ഇൻ 1980 ജസ്റ്റ് വെൻ ഇറ്റ്സ് എക്കണോമിക് ബൂം ടുക്ക് ഓഫ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1980 ചൈന എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ ആ സമയത്ത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടുതലായിരുന്നു ചൈനയിൽ. മാത്രമല്ല എക്കണോമിക് ബൂം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ പറയുന്ന വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടുതലായിരുന്നു. അപ്പോൾ ഇന്ത്യക്കും അങ്ങനെ ഒരു സാധ്യത, കാരണം ചൈനയുടെ എൽഡർലി പോപ്പുലേഷൻ ഇപ്പോൾ കൂടി, ഇന്ത്യക്ക് ആക്ച്വലി വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ വളരെ അധികം കൂടുതലാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ആ മാക്സിമം യൂട്ടിലൈസേഷൻ ആ സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചൈന മുമ്പോട്ട് പോയത്. അതുപോലെ തന്നെ ഇന്ത്യയും അതുപോലെ ഇപ്പോഴത്തെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയില്ല, അതായത് ആൾക്കാർ ഏറ്റവും കൂടുതൽ യങ്ങർ ഏജ് പോപ്പുലേഷനുള്ള രാജ്യത്തിന് പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് കൂടുതലായിരിക്കും, അതുവഴി പ്രൊഡക്ടിവിറ്റിയും ഔട്ട്പുട്ടും കൂടുതലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദാറ്റ് വാസ് മെയ്ഡ് പോസിബിൾ ഓൺലി ബൈ മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ബൈ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഫാഷൻ എ വർക്ക് ഫോഴ്സ് കേപ്പബിൾ ഓഫ് പവറിംഗ് ദാറ്റ് വുഡ് ബിക്കം ദ വേൾഡ്സ് ഫാക്ടറി. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്കണോമിക് ബൂം ഉണ്ടാവുമെന്നും പ്രൊഡക്ടിവിറ്റി കൂടുമെന്നും പറയുന്നു. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏജിങ് പോപ്പുലേഷൻ കൂടുന്നൊരവസ്ഥയാണ്. അത് ഇന്ത്യയുടെ ആവറേജ് വെച്ച് നോക്കുന്നതിനേക്കാളും കേരളം ആക്ച്വലി അങ്ങനെയാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതാണ് എഡിറ്റോറിയൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു ബിസിനസ് ന്യൂസാണ്, എക്കോണമി റിലേറ്റഡ് ന്യൂസാണ്. ഗൂഗിൾ ആക്സസ് 12,000 ജോബ്സ് ഓർ 6% ഓഫ് ഇറ്റ്സ് വർക്ക് ഫോഴ്സ് ടെക് സെക്ടർ ലേ ഓഫ് മൗണ്ട്. അപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, അവർ പാൻഡമിക് സമയത്ത് ഒരു ബൂം ഉണ്ടായത് എല്ലാ രീതിയിലും അവർ റിക്രൂട്ട്മെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലാക്കി വെച്ചിട്ട് വർക്ക് ഫോഴ്സ് ഹൈ ആയിരുന്നു. അപ്പോൾ പോസ്റ്റ് കോവിഡ് പാൻഡമിക്കിന് ശേഷം എന്തുപറ്റി, നോർമൽ സിനാരിയോയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ബൂം താഴേക്ക് മെല്ലെ ഡിക്ലൈൻ ചെയ്യാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾ അതുപോലെ തന്നെ ട്രേഡും മെല്ലെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു സമയത്ത് ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഈ പറഞ്ഞ ടെക് കമ്പനീസ് ചെയ്യുന്നത്. ഗൂഗിൾ ആക്സസ് 12,000 ജോബ്സ്, 6% വർക്ക് ഫോഴ്സിനെയാണ് അവർ പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഹയർ ചെയ്യുന്ന സമയത്ത് എന്താണോ അവസ്ഥ അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഫോഴ്സിന് ട്രിം ചെയ്യണം. ട്രിം പറയുന്നത് അപ്പോൾ മുടിയൊക്കെ ട്രിം ചെയ്യാന്ന് പറഞ്ഞ പോലെ കട്ട് ഷോർട്ട് ചെയ്യാന്നാണ് അർത്ഥം. അപ്പോൾ ട്രിം ചെയ്യണമെന്നാണ് പറയുന്നത്. ടെക് സ്ക്വീസ്. Google joins other technology majors including Microsoft, Amazon and Facebook parent Meta in laying off workers as industry girds for a sharp slowdown. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു സ്ലോ ഡൗൺ നടക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഈ പറയുന്ന ട്രിമ്മിങ് ഡൗൺ ആവശ്യമാണ്. ആൽഫബറ്റ് CEO Pichai says he is deeply sorry for the layoff. അദ്ദേഹം വളരെയധികം പെയിൻഫുൾ ആയിട്ടാണ് ഇത് പറയുന്നതെങ്കിലും ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ അധികം മോശമായിട്ടുള്ള ഒരു എക്കോണമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽസ് കൂടാൻ സാധ്യത ഈ പറഞ്ഞ പ്രത്യേകിച്ചും ഈ പറയുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. അപ്പോൾ നാളെ കാണാൻ. ബൈ, ടേക്ക് കെയർ.